ഓപ്പോയുടെ ഓപ്പോ ഫൈൻഡ് X8 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയായിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ ഫൈൻഡ് X8 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.5 ഇഞ്ചിന്റെ 1.5K ഡിസ്പ്ലേ ഇതിൽ വന്നേക്കാം. ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ ഇതിൽ വരുന്നതായിരിക്കും. AMOLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. LTPO എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. IP69 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് വളരെ മികച്ചൊരു IP റേറ്റിംഗ് ആണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 9400 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് MediaTekന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ഈ ഒരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല. ഇനി അനൗൺസ് ചെയ്യാൻ പോകുന്ന പ്രോസസ്സറാണ്. മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരും. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ ഈ ഒരു ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടും ഈ ഒരു ഫോണിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. ഫോണിന്റെ പിന്നിൽ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക. ഇതിൽ OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഈ ഒരു ഫോണിൽ വരും. പിന്നെ ഇത് കൂടാതെ 3x ഒപ്റ്റിക്കൽസും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസും വരുന്നതായിരിക്കും. ഇത് 50 മെഗാ പിക്സൽ ആയിരിക്കാനാണ് സാധ്യത. പിന്നെ സെൽഫി ക്യാമറയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 32 മെഗാ പിക്സൽ അല്ലാന്നുണ്ടെങ്കിൽ 50 മെഗാ പിക്സൽ ഒരു സെൽഫി ക്യാമറ ഇതിൽ വന്നേക്കാം. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5700 mAh ബാറ്ററി വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും. അത് മാത്രമല്ല 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. പക്ഷേ വയർലെസ് ചാർജിങ്ങിന്റെ സപ്പോർട്ട് ചിലപ്പോഴേ ഇതിൽ വരുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒക്ടോബറിൽ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ആദ്യം ഈ ഒരു സ്മാർട്ട് ഫോൺ ചൈനീസ് മാർക്കറ്റിലായിരിക്കും ലോഞ്ച് ചെയ്യുക. അതിനുശേഷം മാത്രമായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യ പോലുള്ള മാർക്കറ്റുകളിലോട്ടൊക്കെ എത്തുക. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമോ എന്നുള്ള കാര്യം കൺഫേം ആയിട്ടില്ല. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള ന്യൂസൊക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 70,000-75,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം. ലോഞ്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഓപ്പോയുടെ ഓപ്പോ ഫൈൻഡ് X8 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.